കോഴിക്കോടും കർത്തവ്യ മികവിന്റെ കരുത്തു തെളിയിച്ച് കാസർഗോഡ് ജില്ലക്കാരനായ ഡിവൈഎസ്പി ടി ഉത്തംദാസ് കോടികളുടെ മയക്കുമരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയാണ് ഇവിടെ ഇദ്ദേഹം ആളുകളുടെയും അധികാരികളുടെയും അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷ് IPS നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ജില്ലാ നാർക്കോട്ടിക് ഡിവൈഎസ്പി ടി ഉത്തംദാസിന്റെ നേതൃത്വത്തിലുള്ള നാർക്കോട്ടിക് സെല്ലിലെ ഡാൻസ് ഓഫ് സംഘവും മുക്കം പോലീസും ചേർന്ന് കോടികളുടെ മയക്കുമരുന്ന് പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് മുക്കം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 ഇടങ്ങളിൽ നിന്നായി സ്ത്രീ അടക്കമുള്ള 2 പ്രതികളെയും പിടികൂടി. മുക്കം പൂളപ്പൊയിൽ പുല്ലമ്പാടിപ്പറമ്പിൽ പി മുഹമ്മദ് ഹനീഫ എന്ന 36-കാരനും പൂളപ്പൊയിൽ വീട്ടിൽ താമസിക്കുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശിനി റൈഹാനത്ത് എന്ന 45 വയസ്സുകാരിയുമാണ് അറസ്റ്റിലായത്. ഇതിൽ മുഹമ്മദ് ഹനീഫ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വിൽപ്പനക്കാരിൽ ഒരാളാണെന്ന് പോലീസ് അറിയിച്ചു. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഇയാൾ ലഹരി എത്തിക്കാറുണ്ട്. ഇതിനുവേണ്ടി നിരന്തരം ഫ്ലൈറ്റ് യാത്രകൾ നടത്താറുള്ള ഇയാൾ കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിലും തിരിച്ച് ട്രെയിനിലുമാണ് യാത്രകൾ നടത്തിയിരുന്നത്. മുഹമ്മദ് ഹനീഫ വാടകയ്ക്കെടുത്തിരുന്ന വീട്ടിൽ താമസിക്കുന്നതായുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് 2 കിലോ 286 ഗ്രാം തൂക്കം വരുന്ന MDMA കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ പേരിൽ 2 കേസുകളും മുക്കം പോലീസ് രജിസ്റ്റർ ചെയ്തു. 6 മാസം മുമ്പ് ഹനീഫ വാടകയ്ക്കെടുത്തിരുന്ന ഈ വീട്ടിൽ വെച്ചാണ് ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നത്. വർഷങ്ങളായി ഒറീസയിൽ നിന്നും കന്നുകാലികളെ ഇറക്കി ആന്ധ്രയിലും മറ്റും വിൽപ്പന നടത്തിയിരുന്ന ഹനീഫ പിന്നീട് ലഹരി കച്ചവടത്തിലേക്ക് തിരിയുകയായിരുന്നു. നോട്ടെണ്ണൽ മെഷീനും പാക്കിങ്ങിനുള്ള നിരവധി കവറുകളും നിരവധി ഡിജിറ്റൽ ഇലക്ട്രോണിക് ത്രാസുകളും ഇതേ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. പൂളപ്പൊയിലിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ഹനീഫ സമീപകാലത്തായി വൻതോതിൽ സാമ്പത്തികമായി വസ്തുവകകൾ സമ്പാദിച്ചതായും വിവരമുണ്ട്. ഡാൻസ് ഓഫ് SIമാരായ വിനീത് വിജയൻ, രാജീവ് ബാബു, കെ ശ്രീരാജ്, മനോജ് രാമത്ത്, ASIമാരായ VV ഷാജി, NM ജയരാജൻ, CM സുനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PP ജിനീഷ്, AK രതീഷ്, M ലാലിജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ TK ശോഭിത്, VK അഖിലേഷ്, MT മധുമോഹൻ, DB ലിതിൻ, റജേഷ്, അനൂപ് സെൻ, ജയന്തി റീജ, PK ജിഷ എന്നിവരാണ് മയക്കുമരുന്ന് പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മലയോര മേഖലയാകെ ഞെട്ടിച്ച ഒരു മയക്കുമരുന്ന് വേട്ടയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഈ മണാശ്ശേരി ഏരിയയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ജനങ്ങളറിയാത്ത ഒരു സംഭവം തന്നെയാണ്. ഏകദേശം കുറച്ചു കാലമായി ഇങ്ങനത്തെ വാടക വീടുകളിലും മറ്റും ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നു. ഏതായാലും ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഡാൻസ് ടീം കോഴിക്കോട് ജില്ലാ പോലീസ് റൂറൽ ടീമിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ലഹരിമരുന്ന് കടത്തും വിതരണവും തടയുന്നതിനായി ശക്തമായ നടപടികൾ തുടരുമെന്നും ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കോഴിക്കോടിന് പുറമെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും ഉന്നത പോലീസ് അധികാരികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.